1975 സെപ്റ്റംബർ 15 തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്ത് സാന്തോം എസ്റ്റേറ്റിൽ ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിനാൽ ഞങ്ങൾ നസ്രത്ത് സന്യാസ സമൂഹം സ്ഥാപിതമായി. ഇതിൻ്റെ ഒരു ശാഖാഭവനം 1989 മെയ് 9 ചെറിയ ഇരിക്കമലയിലും സ്ഥാപിതമായി. ഇവിടെ ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് സേവനം ചെയ്ത് വരുന്നു. ഭക്തസംഘടനകളിൽ അൻമേറ്ററായി പ്രവർത്തിച്ചുകൊണ്ട് ക്രെഡിറ്റ് യൂണിയൻ, മാതൃവേദി, KCYM, മിഷൻ ലീഗ്, തിരുവാല സഖ്യം എന്നിവയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇടവകയെ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു. അജപാന ശുശ്രൂഷയ്ക്ക് പുറമെ ഇവിടെ പ്രവർത്തിക്കുന്ന LP സ്കൂളിൽ ഒരാൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിരന്തരം ഭവന സന്ദർശനം നടത്തിക്കൊണ്ട് ശുശ്രൂഷയിൽ വികാരി അച്ഛനെ സഹായിക്കുകയും കുടുംബ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ അച്ഛനോടൊപ്പം സഹായിക്കുകയും ചെയ്യുന്നു.
വിശ്വാസ പരിശീലന രംഗത്ത് ഇടവക നയിക്കുന്ന വികാരിയച്ഛനോടൊപ്പം ഞങ്ങൾ 9 അൽമായ അധ്യാപകരും 3 സിസ്റ്റേഴ്സും ഒരു ഡീക്കനും സജീവമായി മതബോധന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവകയുടെ മതബോധന രംഗത്ത് വചന പഠനത്തിനും മറ്റ് കുട്ടികളുടെ സർഗാത്മക കഴിവുകളും ഒക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടി തിരുവാല സഖ്യം, മിഷൻ ലീഗ്, KCYM തുടങ്ങിയ സംഘടനകളുടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസവും സർഗാത്മക കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി 3 വർഷത്തിലൊരിക്കൽ ത്രിദിന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കുട്ടികളുടെ വ്യക്തിത്വ വികാസം ഊർജ്ജസ്വലപ്പെടുത്താറുണ്ട്. മതബോധന രംഗത്ത് വളരെ സജീവമായി ഇടവകയിലെ മുതിർന്ന മാതാപിതാക്കന്മാരോടൊപ്പം സജീവമായി ഇടപെട്ടുകൊണ്ട് വികാരിയച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അധ്യാപകർ വളരെ സജീവമായി ഇടവകയെ മതബോധന രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അതിരമ്പുഴയിൽ നിന്നും ഭർത്താവിനോടൊപ്പം അരീക്കമലയിലേക്ക് കുടിയേറി വന്ന അമ്മച്ചിയുടെ കുടിയേറ്റ അനുഭവങ്ങളിലേക്ക്. എല്ലാ ദിവസവും നമുക്ക് പള്ളി അടുത്തില്ല, പള്ളിയില്ല. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും കൊണ്ടുവച്ചിരുന്ന് 53 മണി ചെല്ലും ഉച്ചയ്ക്ക്. അങ്ങനെ പിന്നെ പള്ളി ചെമ്പേരി പള്ളി ചിട്ടുണ്ടായി. അവിടെ ഒരു അറ്റം ദൂരെ നിന്ന് ദളിപ്പുറം ഒന്ന് കുർബാന ചെല്ലും. ഞങ്ങൾ വെളുപ്പിനെ ഇവിടുന്ന് പോകും. പോണ വഴിക്ക് കാട്ടുമൃഗങ്ങൾ, കടുവ പോലെ കണ്ടിട്ടുണ്ട്. പന്നി ഒക്കെ നേരിട്ട് ഞങ്ങൾ കൂട്ടിമുട്ടിയ പോലെ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം മാതാവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കൃഷികളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ദൈവത്തെ ഞങ്ങൾ മുറുക്കി പിടിക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയായി. പള്ളിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ, കല്ലും തടിയൊക്കെ ചുമക്കാനും കൂടിയിട്ടുണ്ട്. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഓശാന 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 ദാവീദിൻ സുതനേ, ഓ സഹിയോൻ പുത്രി നീ ആമോദിക്കൂ, നിൻ രാജാവിതാ. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. വിലയേറിയവൻ വിനയാൻവിതനായി കടമെടുത്ത കഴുതമേൽ കരേറി. വിലയേറിയവൻ വിനയാൻവിതനായി കടമെടുത്ത കഴുതമേൽ കരേറി. വഴിയിൽ പൂമെത്തയായി വസ്ത്രം വിരിച്ചിത ഒരു മനമായി ഒരു സ്വരമായി ജനമുണരുകയായി. ശിഷ്യഗണം സ്തുതി പാടുകയായി. ഓശാന 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 ഓശാന. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി.
ബാലകർ പാടി യേശയ്യ പ്രവചനമായി. ചില്ലകളേന്തി ബാലകർ പാടി യേശയ്യ പ്രവചനമായി. ജനമാർക്കു വിളിയുമായി ആനന്ദ നൃത്തമായി സ്തുതികൾ പാടി കൃപകൾ പാടി കരഘോഷവുമായി രാജാവിനെ എതിരേൽക്കുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഓശാന 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 ദാവീദിൻ സുതനേ. ഓ സഹിയോൻ പുത്രി നീ ആമോദിക്കൂ നിൻ രാജാവിതാ. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഓശാന 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 ഓശാന. 1978 നവംബർ മാസത്തിലാണ് ഈ ഇടവകയിലെ ഈ കോൺഫറൻസ് സ്ഥാപിതമായത്. ഈ കോൺഫറൻസിൻ്റെ പേര് സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി സെൻറ്റ് ജോസഫ്സ് കോൺഫറൻസ് അരീക്കമല എന്നാണ്. 33 വർഷമായി ഇവിടെ ഈ കോൺഫറൻസ് സ്ഥാപിതമായിട്ട്. ആദ്യകാലങ്ങളിൽ ഈ സംഘടന സജീവമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. ഇവിടെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. വീടുകൾ വെച്ച് കൊടുക്കുന്നതിനും അതുപോലെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാനും അതുപോലെ അന്നത്തെ കാലം ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ജനങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അന്ന് രഹസ്യപിരിവിലൂടെയാണ് ഫണ്ടുകൾ സമാഹരിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വീടുകളിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പണം സ്വരൂപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ ഇതിനു വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് ഇപ്പോൾ 6 പേരാണ് പ്രവർത്തകങ്ങളായിട്ടുള്ളത്. പിന്നെ കുറച്ച് ആളുകൾ സഹായങ്ങളുണ്ട്. ഇത് സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ആളുകൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കുറച്ച് ആളുകൾ ഈ ഇടവകയിൽ തന്നെയുണ്ട്. ആയിരത്തി 1959 പാലായിക്കടുത്തെ തിടനാട്ടിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്ത വർക്കിച്ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ ദൈവവിശ്വാസം ചേട്ടൻ്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചു? എല്ലാ കാലത്തും ദൈവപരിപാലനയും ദൈവാനുഗ്രഹവും ജീവിത വിജയത്തിന് നിദാനമായിരുന്നു. കുടിയേറ്റ നാളുകളിൽ പള്ളിയിലേക്ക് വരാൻ ചാച്ചനെടുത്ത ബുദ്ധിമുട്ടുകളെ ഒന്ന് വിശദീകരിക്കാമോ? 59 മുതൽ ചെമ്പേരി പള്ളിയിൽ ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും പള്ളിയിൽ പോയി കുർബാന കണ്ടിരുന്നു. അന്ന് റോഡിൻ്റെ ഇരുവശവും ഉള്ള കാട് തള്ളി നീക്കി വേണമായിരുന്നു പള്ളിയിലേക്ക് യാത്ര ചെയ്യാൻ. 67 മുതൽ ചെറിയരീക്കമല പള്ളിയിൽ ദിവസവും പ്രധാന ദിവസങ്ങളിലും കുർബാനയുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷമേ ദേഹണ്ണത്തിനായാലും എന്തെങ്കിലും പൊതുപരിപാടികൾക്കായാലും പുറത്തേക്ക് പോവുകയുള്ളൂ. കുർബാനയിൽ സംബന്ധിച്ചിട്ട് പോകുന്ന ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും 100% വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. നിറ നിറ പട്ടി നിറ, നിറ നിറ കുട്ട നിറ, പട്ടി നിറ കുട്ട നിറ കൊയ്യാരേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ.
കർഷകൻ ക്രിസ്തുനാഥനും. ഹൃദയമാണ് വയല്, വചനമാണ് വിത്ത്, വാരി വിതറും കർഷകൻ ക്രിസ്തുനാഥനും. ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ 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 ഹൊയ് 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 ഹൊയ്യാരേ ഹൊയ്. കണ്ണു ചിമ്മാതെന്നും കാത്തു കാത്തങ്ങനെ കാലം കടന്നു പോയി, കാറ്റും കടന്നു പോയി. നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും കോളും വന്നാൽ എന്തു ചെയ്യും? നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും കോളും വന്നാൽ എന്തു ചെയ്യും? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം, കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം. അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയവൻ കൃപ, അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയവൻ കൃപ. അവയിലെന്റെ ഹൃദയമിന്നു പാടും ഹല്ലേലൂയ, അവയിലെന്റെ ഹൃദയമിന്നു പാടും ഹല്ലേലൂയ. ഹൊയ്യാരേ 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 ഹൊയ്യാരേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. ഹൊയ്യാരേ ഹൊയ് 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 ഹൊയ്യാരേ ഹൊയ്, ഹൊയ്യാരേ ഹൊയ് 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 ഹൊയ്യാരേ ഹൊയ്. നിറ നിറ വട്ടി നിറ, നിറ നിറ കുട്ട നിറ, വട്ടി നിറ കുട്ട നിറ. ഹൊയ്യാരേ വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. ഹൊയ്യാരേ 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 ഹൊയ്യാരേ. 1947 തൊടുപുഴയിൽ നിന്നും അമ്മയ്ക്കും ചാച്ചനും സഹോദരങ്ങൾക്കുമൊപ്പം മലബാറിലേക്ക് കുടിയേറി വന്ന അമ്മച്ചിയുടെ അനുഭവങ്ങളിലേക്ക്. അമ്മച്ചിയുടെ അനുഭവങ്ങൾ ഞങ്ങളോടൊന്ന് പങ്കുവെക്കാവോ? പള്ളിയിൽ നിന്ന് പോകണമെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം മാത്രം ചെമ്പേരി പള്ളിയിൽ കുർബാനയുണ്ട്. അതിന് ഞങ്ങൾക്ക് കുട്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. ചാച്ചന് പോവും. അന്ന് ചെമ്പേരി പുഴ കടന്ന് പോകാൻ യാതൊരു മാർഗവുമില്ല. പാലമില്ല, റോഡില്ല, ഇതൊന്നും ഇല്ലാത്ത അവസരത്തിലല്ലേ. അങ്ങനെ പോയി ചാച്ചൻ പോവും, പള്ളിയിൽ ചെല്ലും. അപ്പം ഒരു അച്ഛൻ കൊടക്കച്ചിറ അച്ഛൻ വന്ന് ഒരു മാസത്തിൽ വന്നാണ് കുർബാന ചെല്ലുന്നത്. ആ കുർബാന ചെല്ലുന്ന സമയത്ത് അന്ന് കൂടുന്ന ആൾക്കാർക്ക് അന്ന് മലമ്പനിയുണ്ട് ധാരാളം എല്ലാവർക്കും. ആ പനിക്ക് വേണ്ടി അച്ഛൻ കുറേ ഗുളിക കൊണ്ടുവരും. വേറെ മരുന്നുകളൊന്നും കിട്ടാനില്ല. അപ്പോൾ അച്ഛൻ കൊണ്ടുവരുന്ന ആ ഗുളിക കൊയിനാ ഗുളിക എന്നാണ് പറയുന്നത്. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഈശോയോടും മാതാവിനോടും
പ്രാർത്ഥിച്ച് ഞങ്ങളത് മലമ്പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്നു. മലമ്പനിയൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം ഈ ഗുളിക കഴിക്കും. അങ്ങനെ സുഖമായും. അങ്ങനെയായിരുന്നു അന്നത്തെ അവസ്ഥ. അന്നത്തെ കുടുംബ പ്രാർത്ഥനാ രീതികളെക്കുറിച്ചൊന്ന് പറയാമോ? ചാച്ചനും അമ്മയും ഞങ്ങൾ 8 മക്കളും രൂപം വെഞ്ചരിച്ച് വച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനകളും ചാച്ചന് നിർബന്ധമുണ്ടായിരുന്നു. എല്ലാവരും ആ പ്രാർത്ഥന ചൊല്ലണമെന്ന്. അങ്ങനെ ഞങ്ങൾ ജപമാല മുടക്കുകയില്ലായിരുന്നു. മുടക്കാൻ ചാച്ചനും അമ്മച്ചിയും സമ്മതിക്കുകയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിള്ളേരായിരിക്കുന്ന ഞങ്ങൾ ഇതിൽ പങ്കുചേർന്ന് ആ ഒരു അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു.